വിഎസ്എനോട് വിവരങ്ങളുമായി അനു. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസുമായി ചെറിയ രീതിയിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് SFI പ്രവർത്തകർ. ഒരു വലിയ സംഘർഷ സാധ്യത ഉണ്ടോ? വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് രാജ്ഭവൻ. തീർച്ചയായും വലിയ ഒരു സംഘർഷ സാധ്യത നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ബാരിക്കേഡ് പ്രവർത്തകർ ചാടിക്കടന്നു. രാജ്ഭവനിലേക്ക് ഗേറ്റിന്റെ മുന്നിലേക്ക് പ്രവർത്തകർ ഓടി. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അവിടെ തടയുകയാണ്. ഇതിൽ ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അതിനെയും പ്രവർത്തകർ തടയുന്നു. ഇപ്പോൾ രാജ്ഭവൻ റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. ഭാരതാംബ വിവാദത്തിൽ ഭരണഘടനയെയും അതുകൂടാതെ തന്നെ സംസ്ഥാന താല്പര്യങ്ങളെയും ഹനിക്കുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്ത്
ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്ഭവനിൽ RSS നേതാക്കളുടെ ചിത്രങ്ങൾ വെക്കുന്നു, ഭാരതാംബയുടെ പടം വെക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭരണഘടനാ ലംഘനമാണ്. രാജ്ഭവനെ ഗവർണർ ഒരു RSS കാര്യാലയമാക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് SFI പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ബിനിൽ, ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നുണ്ട്. ഭാരതാംബ ചിത്ര വിവാദത്തിലാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് SFI മാർച്ച് നടത്തുന്നത്. രാജ്ഭവന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയുകയായിരുന്നു. പിന്നീട് പോലീസിൻ്റെ ബാരിക്കേഡിനെ മറികടക്കാനുള്ള ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനിടയിൽ ജലപീരങ്കി പ്രയോഗിച്ചു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ വരിഞ്ഞു കയറി. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. പിന്നീട് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. മറ്റൊരു ഭാഗത്തുകൂടി രാജ്ഭവനിലുള്ളിലേക്ക് കടന്ന് പ്രവേശിക്കാനുള്ള ശ്രമം പോലീസ് തടയുകയും ചെയ്തിരിക്കുകയാണ്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സർക്കാരും ഗവർണറും കടക്കുന്നതിനിടയിലാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായി നേരിട്ട് തെരുവിൽ ഏറ്റുമുട്ടിയിരുന്ന SFI തന്നെ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർക്കെതിരെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് വഴുതക്കാട് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ABVP പ്രവർത്തകർ തടയുകയും കരിങ്കൊടി കാട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ SFI ആണ് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്.